വീടെവിടെ എന്ന ചോദ്യം ഓരോ മലയാളിയും ചോദിക്കേണ്ടതാണ്. ആദ്യം പറഞ്ഞു സർക്കാരിന്റെ CMDRFിലേക്ക് കാശ് കൊടുക്കേണ്ടതില്ല, UDF നേരിട്ട് പിരിച്ചോളാം, അതിനൊരു ആപ്പും. പിന്നീട് പറഞ്ഞു സർക്കാർ ഭൂമി തരുമെന്ന് ഞങ്ങൾ സ്വന്തമായി അങ്ങ് വിചാരിച്ചു എന്ന്. കണക്ക് ചോദിച്ചപ്പോൾ ആ കണക്ക് നിങ്ങൾ അറിയേണ്ട കാര്യമില്ലെന്ന്. കാട്ടുമുക്കിൽ 2.5 ഏക്കറും അതിൽ 230 വീടും അതിനൊരു തറക്കല്ലും. തുടങ്ങാത്ത വീട് പണി തുടങ്ങിയെന്നൊരു തട്ടിവിടലും. ഇപ്പൊ പറയുന്നു ആകെ പിരിച്ചത് 5.25 കോടിയാണെന്ന്. ഈ കാണുന്നത് ആ ആപ്പ് വർക്കിംഗ് ആയിരുന്നപ്പോൾ എടുത്ത ഒരു സ്ക്രീൻഷോട്ടാണ്. ഇതിൽ കാണിക്കുന്നത് അപ്പോഴുണ്ടായിരുന്ന ബാലൻസ് 54,49,70,78,056 രൂപ എന്നാണ്. ബാക്കി എവിടെ കോൺഗ്രസ്? 9.5 ലക്ഷം രൂപ കൊടുത്തുണ്ടാക്കിയ ആപ്പ് നിങ്ങൾക്കും ജനങ്ങൾക്കും പൊല്ലാപ്പായി. എവിടെയാണിപ്പോ ഒരു ആപ്പ് ഉണ്ടാക്കാൻ ഇത്രയും തുക? ഇതിന്റെ എല്ലാം ഒടുവിൽ KPCC പ്രസിഡന്റ് വായുവിൽ എഴുതി കൂട്ടിയ ഒരു കണക്കും. ഇനി വീട് വെക്കാൻ കാശില്ലത്രേ. ഈ പുനരധിവാസം എന്ന് പറയുന്നത് ഒരു കമ്മിറ്റ്മെന്റ് ആണ്, ഒരു പ്രകടനമല്ല. കഴിഞ്ഞ 10 വർഷം ഇതുപോലെയുള്ള ഒരുപാട് കമ്മിറ്റ്മെന്റുകളിലൂടെയാണ് കേരളം കടന്നുപോയത്. വിഴിഞ്ഞം പോർട്ടുമായി ബന്ധപ്പെട്ട പുനരധിവാസം, NHന് ഭൂമി വിട്ടുകൊടുത്തവർക്ക് നൽകിയ പുനരധിവാസ പാക്കേജ്, ചെങ്കൽ ചൂളയിലുണ്ടായ മാറ്റം, മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടിയിട്ടുള്ള പുനർഗേഹം പദ്ധതി, ഇങ്ങൊടുവിൽ ചൂരൽമലയിലെ മോഡൽ ടൗൺഷിപ്പ്. ഈ പുനരധിവാസം എന്ന് പറയുന്നത് ആരുടെയും ഓശാരമല്ല, പ്രത്യേകിച്ചും അത് ജനങ്ങളുടെ തുകയിൽ നിന്നാകുമ്പോൾ. ഇത് എല്ലാവരും ഓർക്കണം, പിരിച്ചവരും പിരിവിട്ടവരും വീട് കാത്തു നിൽക്കുന്നവരും.